ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എല്ലാവരും നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ടൊമാറ്റോ സോസാണ്, കെച്ചപ്പ്. അത് ഹോം മെയ്ഡ് കെച്ചപ്പ് ആണ്. എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. ഒരുവിധം നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട്. പഴുക്കാത്ത ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടിപ്പ് പോലെ ഉണ്ടാവും, അരിഞ്ഞ് കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഈ തക്കാളിയെ ഞാൻ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കുക്കറിലൊന്ന് അടിച്ചിട്ടൊക്കെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തോല് കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോല് പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ ഇതുപോലെ ഒന്ന് 4ആയിട്ട് കീറി കൊടുത്തു കഴിഞ്ഞാൽ അധികം ഉള്ളിലേക്ക് തള്ളി കീറാതെ നമ്മൾ ആ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിളപ്പിച്ചെടുത്ത ശേഷം നന്നായി പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തോലൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്, ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കത്തി കൊണ്ട് മെല്ലെ ഇങ്ങനെ ഇത് നോക്കുമ്പോൾ അതിൻ്റെ തോല് നന്നായിട്ട് തന്നെ പോരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം നമുക്കിതിൻ്റെ തോല് കളഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനത് തോല് കളഞ്ഞെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് എടുത്ത് കിട്ടും. അതിൻ്റെ തോല് അധികം പ്രയാസമൊന്നുമില്ല, തിളപ്പിച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, നമ്മൾ ആ വരഞ്ഞത് കൊണ്ട് ആ വരഞ്ഞ രൂപത്തിൽ തന്നെ നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് എടുത്ത് കിട്ടുന്നുണ്ട്. പഴത്തിൻ്റെ തോലൊക്കെ തൊലിച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ തോലും കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പേസ്റ്റല്ല, സോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴാകും അത് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടുക. ആ ഒരു കറക്റ്റ് ടൊമാറ്റോ സോസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത് അപ്പോഴായിരിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും തോല് ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്തിലുള്ള കുറച്ച് എന്താ പറയുക കട്ടിയായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നെറ്റിയുടെ ഭാഗം, അതൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഉള്ള് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ചൂട് തന്നെ ഉള്ളത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കുക. നല്ല ചൂടൊടുക്കെ തന്നെ അരച്ചെടുക്കരുത്. ഇപ്പം ഞാൻ എല്ലാ ടൊമാറ്റോസും ഇതുപോലെ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിയിൽ ഞാൻ നന്നായിട്ട് അതിനെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കും കൂടി ചെയ്യണം. എന്നാൽ അതിൻ്റെ നമ്മളതിലിപ്പോൾ തക്കാളിയുടെ തോല് എങ്ങനെ ആയാലും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ കുരു ചെറുതായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതിരിക്കാനാണ്. നല്ല ക്ലിയർ ആയിട്ടാണല്ലോ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാകുന്നത്, അതിൽ തരിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചു കൊടുക്കുക. ഇപ്പോൾ നല്ല തിക്കിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാനിത് മൊത്തം അരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൽ കുരുണ്ട് തക്കാളിയുടെ. അപ്പോൾ ആ കുരുവൊക്കെ മാറ്റുക നമ്മൾ. ഇപ്പം നല്ല പ്യുവറായിട്ടുള്ള നല്ലൊരു തക്കാളിയുടെ ജ്യൂസ് ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറുക്കി കൊണ്ടുവരാണ് ചെയ്യുന്നത്. കുറുക്കി എടുത്തിട്ടാണ് നമ്മൾ സോസാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഞാൻ ഇതുവരെ ഓണാക്കിയിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഓണാക്കുന്നത്. അപ്പോൾ ഓണാക്കിയ ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. പിന്നെ അതുമല്ല, നമ്മൾ അടി പിടിക്കുന്നത് ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സോസ് പാനിൽ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്രാമ്പു. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും ചേർക്കുന്നുണ്ട്, കറുവപ്പട്ട. ഇത് നമ്മൾ ഈ ടൊമാറ്റോയുടെ സോസ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരാനുള്ള ഒരു പരുവായി വരുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റണം. കുറേ നേരം അതിൽ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വല്ലാതെ കുത്തും അതില്ലാതിരിക്കാനാണ്. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് നമ്മൾ ആവശ്യാനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർത്തിട്ട് ഇതാക്കണ്ട. ഞാൻ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ബാക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ടൊമാറ്റോ അല്ലെങ്കിൽ തന്നെ നല്ല റെഡ് കളർ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നും കൂടി നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. ഇതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ആ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ അതിലത്തെ കറുവപ്പട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമ്പു ഉണ്ട്, അതും ഞാൻ എടുത്ത് മാറ്റി. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഇങ്ങനെ കുറുകി വരുന്നേ ഉള്ളൂ. നന്നായിട്ട് കുറുകി കിട്ടണം നമുക്ക്. സോസിൻ്റെ ആ ഒരു പരുവം ഉണ്ടല്ലോ അതുപോലെ ആവണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനീഗർ, വൈറ്റ് വിനീഗറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയതിൻ്റെ കറക്റ്റ് അളവ് ഈ ഒരു 2 ടേബിൾ സ്പൂൺ സുർക്കയാണ്. അതുപോലെ തന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മൾ നല്ലോണം കുറുകി വരുന്നതിൻ്റെ മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഈ പറഞ്ഞ പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊരു ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ്. ആ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലുള്ളൊരു കുണ്ടുള്ള പാത്രത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുക. കാരണം ഇത് തിളച്ച് വരുമ്പോൾ നല്ലോണം ഇങ്ങനെ തെറിച്ചു വരും. അപ്പോൾ നമ്മൾ മേലിലൊക്കെ പെട്ടെന്ന് ആവും. നല്ല ചൂടുള്ള സാധനമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി കൊടുക്കുമ്പോൾ നല്ലോണം തിളച്ച് ഇങ്ങനെ ഇതുപോലെ അതിൽ നിന്ന് തിള പൊങ്ങി വരുമ്പോൾ തെറിക്കും. അപ്പോൾ നമ്മൾ പരന്ന പാനിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാവുക. ഇതുപോലെ കുണ്ടുള്ളതിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിലേക്കൊന്നും ആവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിരുന്നു. അപ്പോഴാണ് നല്ലോണം തിളച്ച് പൊങ്ങി വന്നത്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇങ്ങനെ തിളച്ച് തെറിച്ച് വരുന്നുണ്ട്. ആ ഒരു രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ അളവ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടിയിരുന്നു. അപ്പോൾ ഒരു ഇത്തിരിയും കൂടെ ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് നന്നായി കുറുകി വരുന്നുണ്ട് നമ്മുടെ ടൊമാറ്റോ സോസ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ വേറെയും പല കൂട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാവുമ്പോൾ ധൈര്യത്തോടു കൂടി തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത് അധികം പണിയൊന്നും ഇല്ല. തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ വീട്ടിലും വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ സുർക്കയായിരിക്കും പല വീടുകളിലും കുറവുണ്ടാവുക. അപ്പോൾ നമ്മൾ സുർക്ക കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കയ്യിൽ നിന്ന് നല്ല തിക്കിൽ തന്നെയാണ് ചാടുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഞാൻ ടൊമാറ്റോ സോസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ വീട്ടിലൊക്കെ എന്തിലേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന എല്ലാത്തിൽക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് ഇരുന്നിട്ടൊന്ന്
ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാകും അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ കിട്ടുക. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും നല്ല തിക്കായിട്ടുള്ള ഒരു കെച്ചപ്പാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവായി ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.